ഈ പാക്കിംഗ് തന്നെ നമ്മൾ 3 തരത്തിലാണ് നമ്മളിവിടെ പാക്കിംഗ് ചെയ്യണേ. ഒന്ന് മാനുവലായിട്ട് ഞങ്ങൾ പെറ്റ് ബോട്ടിൽസ് പാക്ക് ചെയ്യുന്നു. തൊട്ടപ്പുറത്ത് നമ്മളെ സംബന്ധിച്ചോളം സ്റ്റാൻഡപ്പ് പൗച്ച് പാക്ക് ചെയ്യുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് ടെട്രാ പാക്കിലേക്ക് പാക്ക് ചെയ്യുന്നു. ഈ 3 ടൈപ്പ് പാക്കിംഗ് ആണ് നമ്മൾ ഇസ നാച്ചുറൽ അപ്പറ്റൈസറിന് നിലവിൽ കൊടുക്കുന്നത്. അവിടെ നിന്നും പ്രീ ഹോമജനൈസേഷൻ ടാങ്കിൽ നിന്നും ഉള്ള സപ്ലൈ ഈ സ്റ്റെറിലൈസറിലും വന്നു, ഹോമജനൈസേഷനും കഴിഞ്ഞു. അവിടെ നിന്നും ഈ 3 ടാങ്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അടിക്കുന്നത് കാര്യം നമ്മൾ ഷുഗർ കെയിൻ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടാങ്കിലേക്കാണ് നമ്മൾ ഈ ബോട്ടിൽ പാക്കിങ്ങിനുള്ള ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കൊണ്ടുവരിക. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ടാങ്ക് വെച്ചിരിക്കുന്നതിലേക്കാണ് നമ്മൾ പൗച്ച് പാക്കിങ്ങിൻ്റെ ഫില്ല് ചെയ്യാനായിട്ടുള്ള ജ്യൂസ് കൊണ്ടുവരുന്നത്. അതിൻ്റെ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ടാങ്കിലാണ് ടെട്രാ പാക്കിൻ്റെ ഉണ്ട്. അങ്ങനെ 3 കാര്യം ഇതിൽ നമുക്ക് 80 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട്, കാര്യം ബോട്ടിൽ പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് സമയം നമുക്ക് എടുക്കും. മാനുവലായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതിൽ ഈ 80 ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷമാണ് ഇതിൽ ബോട്ടിൽ പാക്കിങ് നമ്മളിവിടെ നടത്തുക. ബോട്ടിൽ പാക്ക് ചെയ്ത് വാഡ് സീല് ചെയ്ത് ബോട്ടിൽ ഇത് ചെയ്യുന്നത് ഇതെല്ലാം മാനുവൽ പ്രോസസ്സാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഇപ്പോൾ ട്രയലിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് വരുന്നതാണ് പൗച്ച് പാക്കിംഗ്. ഈ പൗച്ച് പാക്കിംഗ് മെഷീനിൽ പൗച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയും ഈ 2 കുഴലിലൂടെ 2 ഹെഡുള്ള ഫില്ലറാണിത്. ഈ 2 കുഴലിലൂടെ ഓസോൺ ഞങ്ങളിവിടെ നൈട്രജൻ ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. ആ നൈട്രജൻ ഗ്യാസ് ജനറേറ്ററിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് ആ പൗച്ച് നമ്മൾ വലുതാക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ 2 ഹെഡിൽ കൂടിയാണ് ഇതിലേക്ക് ആ ടാങ്കിലേക്ക് വന്നിരിക്കുന്ന ജ്യൂസുകളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിറയ്ക്കാനെടുക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സിലിണ്ടർ കറങ്ങി പോകുമ്പോൾ അവിടെ നിന്നും ക്യാപ്പ് വരികയും ആ ക്യാപ്പിനെ സെൻസ് ചെയ്യാനായിട്ടുള്ള സെൻസർ വരികയും ആ സെൻസറിൽ ഓക്കെ ആകുന്നത് മുഴുവനും ഈ ക്യാപ്പിനെ ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 2 ഹെഡുകളും ഉപയോഗിക്കുകയും ഈ ഭാഗത്തു കൂടിയാണ് ഈ പൗച്ച് പുറത്തേക്ക് വരിക. ഈ വരുന്ന പൗച്ച് നമ്മൾ 5 ദിവസത്തേക്ക് നമ്മളുടെ റോ മെറ്റീരിയൽ സ്റ്റോറേജിൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോറേജിൽ നമ്മൾ വെക്കും. ഈ വെക്കുന്നത് അതിന് എന്തെങ്കിലും ലീക്കോ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് പൗച്ച് ബൾജ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൗച്ച് ബൾജ് ആകുന്നത് ഉണ്ടോ ഇല്ലയോ, ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ടെട്രാ പാക്കും ഈ പൗച്ചും ഞങ്ങൾ 5 ദിവസം ഞങ്ങളുടെ റോ മെറ്റീരിയൽ സ്റ്റോറേജിൽ തന്നെ വിഗറസ് കണ്ടീഷനിൽ സ്റ്റോർ ചെയ്യും. അതിൽ എന്തെങ്കിലും ബൾജിങ് ഉണ്ടെങ്കിൽ അതെല്ലാം റിജക്റ്റ് ചെയ്യും. ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഇത് ടെട്രാ പാക്കിലേക്ക് വരികയാണെങ്കിൽ ഈ ടെട്രാ പാക്ക് മെഷീൻ നേരിട്ട് ടെട്രാ പാക്ക് ആയിട്ടുള്ള സാധനം അടിച്ചു വന്നതിന് ശേഷം ഇവിടെ ഈ റെയിലിൽ കൂടി പോയി ഈ മെഷീനിലാണ് സ്ട്രോ ആപ്ലിക്കേറ്റർ എന്ന് പറയും. ഈ ചെറിയ സ്ട്രോ അതിൻ്റെ അകത്ത് ആപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്നും പുറത്തേക്ക് വന്ന് ഇവിടെയാണ് ബാച്ച് കോഡും മറ്റു കാര്യങ്ങളും എല്ലാം പ്രിന്റ് ചെയ്യുന്നത്. ഈ ടെട്രാ പാക്കിൽ മാത്രം ഉള്ളൊരു പ്രത്യേകതയാണ് അപ്പം തന്നെ ഇതെല്ലാം ബാച്ച് കോഡും പ്രിന്റ് ചെയ്താണ് ടെട്രാ പാക്ക് സൂക്ഷിക്കുക. പക്ഷെ പൗച്ച് പാക്ക് അങ്ങനെയല്ല. പൗച്ച് പാക്ക് നമ്മൾ സൂക്ഷിച്ചതിന് ശേഷമാണ് ഇതേ ടൈപ്പ് പ്രിന്ററിൽ തന്നെ നമ്മൾ ബാച്ച് കോഡും ബാക്കിയുള്ള കാര്യങ്ങളും പ്രിന്റ് ചെയ്യുന്നതും. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി തന്നെ ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ഗോഡൗണിലേക്ക് മാറ്റുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ആകെ ഉള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്.